നമ്മള് ഫ്ലൈറ്റ് കയറാൻ പോകണം. കിഷ്ണു, ബോർഡിംഗ് പാസ് ഉണ്ടോ? You got the boarding pass? No. No. നമ്മള് കയറി തങ്കു അടി ഉണ്ടാക്കിയിട്ട് വിൻഡോ സീറ്റ് എന്താ കിഷ്ണ അനൗൺസ്മെന്റ്? കിച്ചിപ്പ് കാര്യമായിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അനൗൺസ്മെന്റ് അൽഹംദുലില്ലാ കിച്ചിപ്പ് ഇങ്ങനെ എന്താ ബോട്ടിലല്ലേ. അങ്ങനെ ഏറ്റവും കാത്തിരുന്ന നിമിഷം വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ അടിയായിരുന്നു, എന്ത് ഫുഡായിരുന്നു എത്തിഹാദിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ പ്ലാനുകളൊക്കെ മാറ്റിക്കൊണ്ട് ബട്ടർ ചിക്കൻ വിത്ത് റൈസ് ആയിരുന്നു. ഇതിനെന്താ സ്പ്രോട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഒരു യോഗട്ട് ആണെങ്കിൽ അത്ര ഇഷ്ടമായില്ല. യോഗട്ടല്ല, അതെന്തോ ഒരു ക്രീമല്ല, എന്തോ ഒരു ഡെസേർട്ടായിരുന്നു, എനിക്കത് ഇഷ്ടമായില്ല. കിച്ചപ്പൂ പക്ഷേ കഴിച്ചോട്ടോ. ഞങ്ങൾ പന്ന അവസാനം നിർബന്ധിച്ചപ്പോൾ പിള്ളേർ കഴിച്ചു. പക്ഷേ നൈസ് ആയിരുന്നു. ബട്ടർ ചിക്കൻ റൈസ് ഒരു രക്ഷ തന്നെ, ഫുള്ളൊന്നും കഴിച്ചു. കഴിച്ചു നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ലൊരു ഉറക്കം, അതാണ് അതിൻ്റെ ഒരു രീതി. എല്ലാവരും ഉറങ്ങി കഴിച്ചു. ഫ്ലൈറ്റിൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. കിച്ചപ്പും എല്ലാവരും. ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അത് കുറേ ആൾക്കാരൊക്കെ ബുക്കൊക്കെ വായിച്ചിരുന്നു. അപ്പോഴേക്കും അവർ അടുത്ത ഫുഡ് തിന്നുക ഉറങ്ങുക അതായിരുന്നു സ്കീം. മറ്റേ നല്ലൊരു പീസായിരുന്നു കഴിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിച്ചില്ല. അങ്ങനെ അപ്പോഴേക്കും ഞങ്ങൾ അബുദാബി എത്തിയിരിക്കുകയാണ്. തങ്കു അടിയൊക്കെ ഉണ്ടാക്കി വിൻഡോ സീറ്റൊക്കെ വാങ്ങിയിട്ട് എന്തിനാ കടന്നുറങ്ങാൻ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവനായിട്ട് അടി ഉണ്ടായതിപ്പോ ഇത്രയും തങ്കപ്പെട്ടൊരു കുട്ടി ഈ പഞ്ചായത്തിലില്ല. അത്രയും നല്ല കുട്ടി ഈ ഫ്ലൈറ്റിലില്ല. അത്ര നല്ല കുട്ടി. നമ്മൾ അബുദാബി എത്തിയിരിക്കുകയാണ്. എന്റെ ചെവിയെ കടഞ്ഞേക്കൊന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞ കേൾക്കണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഡൽഹിക്കാർക്ക് ചോദിക്കും വിൻഡോ സീറ്റ് വേണോ. നമ്മള് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കാനാ, തരൂലെന്ന് പറഞ്ഞിട്ട്. അതിലും വേഗം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. നമ്മളിനി ഒരു 4 more hours ടു കൊച്ചി. വേറെ സ്പ്ലിറ്റ് ആയിട്ടോ, കഴിഞ്ഞ ഫ്ലൈറ്റ് പോലെയല്ല. ഫ്രണ്ടില് സാമും കിഷ്ണു അവനോട് എന്തെങ്കിലും ഇതാവാണെന്നുണ്ടെങ്കിലേ ഞങ്ങളൊരാൾ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വരും. ഒരാളെ ബാക്കി കിട്ടാൻ മതി. അമ്മയുടെ അമ്മ കുറച്ച് മറ്റേ ഫ്ലൈറ്റ് എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും തങ്കുവിന്റെ വക പാഞ്ചാലി വസ്ത്രാക്ഷേപം മാതിരി ഓരോരോ ഡ്രസ്സും. നീ അറിഞ്ഞത്? അതല്ല, ഫ്ലൈറ്റ് കയറിയിട്ടേ കുറച്ച് കഴിഞ്ഞപ്പോഴേ എല്ലാരും അറിയട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴേ തങ്കു മറ്റേ പാഞ്ചാലി വസ്ത്രാക്ഷേപം മാതിരി ഓരോ ഇത് ഊരി, അത് ജമ്പർ ഊരി, കിച്ചപ്പു എന്നുള്ള മഹാപ്രസ്ഥാനത്തെ പറ്റി 2 വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാണുന്നവരോടൊക്കെ അങ്ങോട്ട് പോയി മിഠായി കൊടുക്കുന്നു. അവരെന്റെ ഫ്രണ്ടാണെന്ന് അപ്പുറത്തെ ലൈനിലുള്ള ഒരു പെൺകുട്ടിക്ക് കൊണ്ട് മിഠായി കൊടുക്കാണ്ട് അവര് ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചപ്പം എല്ലാവരോടും സംസാരിക്കുക. സെക്യൂരിറ്റിക്കാരനോട് കഥ പറച്ചില്ല എല്ലാവരോടും. അപ്പുറത്തൊരു എല്ലാവരും നമ്മളെ പെട്ടെന്ന് എല്ലാവരും പൊക്കും. وتشير كلمة الاتحاد إلى الوحدة والتكاتف وكما يعبر اسمنا فإن فريق متنوع Excuse me. يرجى إقامة تشغيل جزائكم. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അടുത്ത ഫുഡ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് ഈ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ സാധനം എനിക്ക് ഓർമ്മയുണ്ട്. പന്നീറിന്റെ മറ്റേ ഇത് പന്നീർ പോലെ ഉണ്ടോ, പക്ഷെ പന്നീറല്ല. ഇത് നൈസ് സാധനം കേട്ടോ, ഗുലാബ് ജാമുൻ. ഇത് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവിയലൊക്കെ ഉണ്ടല്ലോ. കേസ് അങ്ങനെ വീണ്ടും നല്ല ഉറക്കമൊക്കെ ഇറങ്ങി നല്ലൊരു സൺറൈസ് ഒക്കെ കിട്ടിയിട്ടോ. ഭയങ്കര ഭംഗിയാണ്. പൊതുവെ ഈ മോർണിംഗ് ഫ്ലൈറ്റിൽ വരുമ്പോഴേ നല്ല സൺറൈസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ആ ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റിനുള്ളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്
3 മാസം കൊണ്ട് കേരളം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് വീഡിയോ നാളെ യൂട്യൂബിൽ ഇടും, അപ്പൊ കണ്ടോളൂ. കിച്ചപ്പു ബീയിങ് കിച്ചപ്പു, കാണുന്നവരൊക്കെ കൂട്ടുകാരാണ്, എല്ലാവരോടും പോയി സംസാരമാണ്. എവിടെയാ? എവിടെ? നമ്മൾ വെബ്സൈറ്റിൽ കാണാൻ തങ്കവും സാമും കൂടി കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് ലഗേജ് ഒക്കെ കിട്ടി. അവരെല്ലാവരും പുറത്ത് വന്നിട്ടുണ്ട്. എക്സൈറ്റഡ് ആണ് എനിക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. സാമിൻ്റെ അവരും ഉണ്ട്, സാൻഡിയുടെ കല്യാണമാണ്, ശ്രീകുട്ടിൻ്റെ കല്യാണമാണ്. എല്ലാവരും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലേ വിഷ്ണു? അല്ലേ? നമുക്കിനി അവരെ കാണാം. எப்படி வந்தாயோ புன்னகைந்தாயோ, எப்படி வந்தாயோ என்னை கொண்டாயோ, എരിടില്ലാന്നൊക്കെ പറഞ്ഞു പിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നാന്നൊക്കെ. കല്യാണ പെൺകുട്ടി തള്ളമലേ തള്ളാടര നെഞ്ചിടതേ എന്നിടത്തിൽ இளமலே கையில் வந்து கட்டி தங்கோ நீ தள்ளாமலே தள்ளாடுற ഫൈനലി നമ്മള് ശ്രീകുട്ടന്റെയും കൂടെ കാറിൽ കയറിയിരിക്കാണ്. നമ്മുടെ വണ്ടി കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല തങ്കു. ലൈക്ക് നല്ല സ്മെല്ലും. ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ഭയങ്കര ബഹളമായിരുന്നു. സാമിന്റെ വീട്ടുകാര്, സാൻഡിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന നിക്കിതിന്റെ ഫാമിലി, എവ്രിബഡി വാസ് ദേർ. ആദിരീച്ചിയുടെ ചേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടി തിരക്കായിരുന്നു. ഓളായിരുന്നു കേട്ടോ, ഒരു കല്യാണ വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മള് ഇറങ്ങട്ടെ, എല്ലാവരും ഇറങ്ങി. നമ്മൾക്ക് ഫുഡ് കഴിക്കണം, വീട്ടിലെത്തണം. ഹലോ ഞങ്ങളെത്തി കൊച്ചി. കിസ്നു ജോമ ഹായ് പറ. വണ്ടി ഓടിക്കുമ്പോ എന്ത് തോന്നുന്നു? ഒന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മൾ പിന്നെ നവംബറിൽ ഒന്ന് പോയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് കാറിലിരിക്കുമ്പോണ്ടല്ലോ ഒരു അല്ല അങ്ങനെയല്ല, മീൻസ് ഇതിൽ കയറി ഇരിക്കുമ്പോ വല്ലാത്തൊരു സുഖമുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് സീറ്റ്. നിന്റെ നെയിൽസ് കണ്ടോ? ഇവിടെ എന്റെ നെയിൽസ് കണ്ടോ? എന്റെ ഡയമണ്ട് റിംഗ് കണ്ടോ? ഇതെന്താടി ഓരോ ഗെയിമിലും ഓരോ കളർ? അതെങ്ങനെയാ? ഇതുമേലെന്താ മുത്തോ? അതെങ്ങനെയാടാ? നെയിൽ ആർട്ടാടാ. പോരാ, ഒക്കെ കൂടി എല്ലാ വിരലിലും പച്ച കളറായിരുന്നെങ്കിൽ നല്ല രസമുണ്ടാവും. ശരി, ഒരു മിനിറ്റ്. മുത്ത് എഫക്ട്, കളം എഫക്ട്, പൂ എഫക്ട്, ഇതാണ് ഡയമണ്ട് റിങ്. ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഉദ്ദേശിക്കുന്ന ഡയമണ്ട് നെക്ലേസ് ആണ്. Yeah, shoot the bad guys. Yes. Hello. നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നാട്ടിലിറങ്ങി. ഒമ്മ ഒരു അടുത്ത തവണ ഒരു ഹെലികോപ്റ്ററോ എന്തെങ്കിലുമൊക്കെ കിട്ടൂല, നേരെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നു. ആരംഭിക്കലാമാ. ഇനി 2 ആഴ്ച മുഴുവൻ തീറ്റാണ് ഗൈസ്. നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ 2 ആഴ്ച നമ്മൾ തിന്ന് പണ്ടാൻ ഇറങ്ങണം. ഇത് തങ്കു എമ്മയാണോ? ആരംഭിക്കലാമാ. നമ്മളെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. എത്രയാവും നോക്കില്ല. തങ്കു പറഞ്ഞിട്ടില്ല, കിച്ചപ്പ് പറഞ്ഞ പിക്ക് ചെയ്തു. ആ അമ്മക്ക് കണ്ണ് കാണില്ല. ഞാൻ പറഞ്ഞു ശരി എടുക്കാം. കഴിഞ്ഞ തവണ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അടിച്ചത് 5000. നാട്ടില് വന്നിട്ട് ആദ്യത്തെ ഭക്ഷണം വെജിറ്റേറിയൻ കഴിക്കുമ്പോ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട്
നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഒരുമാതിരി പുഴുങ്ങുന്ന ചൂട്. അവിടുന്ന് വരുന്നോണ്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല. ഗൈസ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. Is this the കല്യാണ വീട്? Congratulations അമ്മ. Congratulations അച്ഛ. കല്യാണമായില്ലേ മകന്റെ? നല്ല ഉറക്കം. ആരൊക്കെയോ രണ്ടാമത്തെ പരിപാടിക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. ഞാനൊരു രാവിലെ വാങ്ങിയപ്പോ അച്ഛൻ പറയാത്ര രഞ്ജുവിന് കൂടി ഒന്ന് വാങ്ങിക്കായിരുന്നു. നിന്നെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞോണ്ടാ ഞാൻ വേണം. ഇവനാ നല്ല രസമുണ്ടല്ലോ. എനിക്ക് നന്നായി ചേരുന്നില്ലേ? നല്ല രസമുണ്ട്. പക്ഷെ ഇറക്കില്ലല്ലേ? അങ്ങനെ നമ്മളെത്തി സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്മ മാമ്പഴക്കൂട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കഴിച്ചു നോക്കാം. മാമ്പഴക്കൂട്ടൻ ഈസ് മൈ ഫേവറേറ്റ് ഗൈസ്. എനിക്കിഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഇല്ല, ഞാൻ അതന്നെ ഇട്ടോണ്ടിരിക്കണ പാടെ സമ്മറില്. ഇപ്പൊ ഞാൻ നൈറ്റി ഫാനാണ്. മാംഗോ കണ്ടോ? മാംഗോ കണ്ടോ? കാണിച്ചോളൂ. ഹാപ്പി ആയോ കൃഷ്ണു? ഹാപ്പി ആയോ? ഇഷ്ടായോ? ഇഷ്ടായോ? ഇത് മാറ്റിയില്ലേ? ജൂലിയുടെ അടുത്തൊരു ഹായ് പറഞ്ഞു. Is it? Not me, is licking you. തോന്നാണ് ഞാനിപ്പോ 2 ദിവസം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തടിച്ച് ഞാൻ എങ്ങനെയാവും അല്ലേ? നമുക്ക് അമ്മയുടെ മാങ്ങ കൂട്ടാൻ. നമ്മുടെ അവിടുത്തെ മാങ്ങ, നമ്മുടെ അവിടുത്തെ ഉണ്ടായ മാങ്ങ കേട്ടോ. നല്ലോണം മാങ്ങ. ഇതെന്താ അമ്മ നല്ല പക്ഷെ അമ്മ തണുപ്പത്തോ ഇല്ല. പിന്നെ ചോറ് കഴിക്കും. ഞാൻ വാങ്ങിയിട്ട് മാസാവാനായി. ഇത് മാമ്പ കൂടെ ഇതാണ് ഞങ്ങളുടെ താളം. ഇവിടെയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടോ. ഇവിടെ വരുമ്പോൾ ഇതിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് നമ്മളുടെ വീടിൻ്റെ ഫീൽ വരുന്നത്. ഇത് ഞങ്ങളുടെ റൂം. ഇത് ഞങ്ങളുടെ ബെഡൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ മണ്ണിൻ്റെ ശ്രീക്കുട്ടൻ എല്ലാം മാറ്റിയതാണ്. ഞങ്ങളുടെ AC അവൻ അടിച്ചുകൊണ്ട് പോയി, ഞങ്ങളുടെ ബെഡ് അവൻ അടിച്ചുകൊണ്ട് പോയി, എല്ലാം അടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഈ റൂമിൻ്റെ ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3 ഭാഗത്തും ജനലാണ്. നമുക്കിവിടെ 2 ബാൽക്കണി ഉണ്ട്. അതൊരു ബാൽക്കണി ജനല, ഇത് ബാക്കിലുള്ള ബാൽക്കണി, ഇവിടെ ജനല. It's nice. ഇതിലൊക്കെ ഞങ്ങളുടെ സാരികളും മുണ്ടികളും, ഇതിലൊക്കെ ഞാൻ കിച്ചപ്പോണി ഡ്രസ്സുകളൊക്കെ വെച്ച്. This is Sri Kuttans.
ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ് പീസ്. ഇത് ഞങ്ങളുടെ AC. ഇത് തുറന്നാലും നമ്മൾ ബാൽക്കണിക്ക് എത്തട്ടോ. ഈ ഡോർ തുറന്നു. ഇതാണ് ഞങ്ങളുടെ സ്പോട്ട്. ഞാൻ, ശ്രീകുട്ടൻ, തങ്കു, ഞങ്ങൾ സ്ഥിരമായിട്ടിരിക്കുന്ന നമ്മളുടെ സ്പോട്ട്. ഇവിടെ ഇരുന്നിട്ടാണ് ലോകോത്തര ചർച്ചകൾ വരെ ഞങ്ങളിവിടെ നടത്താറ്. ഞാൻ, തങ്കു, ശ്രീകുട്ടൻ, ജുനൈസ്, പിന്നെ കൊച്ചു വന്ന ശേഷം കൊച്ചു, ഫുൾ ഞങ്ങളുടെ ഒരു ജീവിതകാലം മുഴുവൻ ഈ ഒരു സിറ്റ് ഔട്ടിലായിരുന്നു. സോ മച്ച് ഓഫ് മെമ്മറീസ്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ സെക്കൻഡ് ബാൽക്കണി. അവിടെയാണ് നമ്മൾ ഈ വീട്ടിൽ എവിടെ പോയാലും നമുക്ക് കുറേ സോഫ കാണും. എല്ലാവരും നമുക്ക് ഇരിക്കാനും പറ്റും. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ അവിടെ പോയി, അപ്പോൾ നാളത്തെ പുതിയ വ്ലോഗായിട്ട് തന്നായിരിക്കും കല്യാണ ഡ്രസ്സ് എടുക്കൽ വ്ലോഗ്.